ഹായ്, ഫ്ലോറിംഗ് ഗ്രൂപ്പിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈറ്റ് മാർബിളിന് എന്താണ് ഇത്ര വില കൂടാൻ, മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് വില കൂടാൻ എന്താണ് കാരണം എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അത് പലർക്കുള്ള സംശയമാണ്. പക്ഷെ അതിന്റെ എന്താണ് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് മാർബിൾ മറ്റു കല്ലിനെ അപേക്ഷിച്ച് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു കോറിൽ നിന്ന് കല്ലെടുത്ത് കഴിഞ്ഞാൽ മറ്റേതൊരു 10 കല്ലെടുക്കുമ്പോൾ നമുക്ക് 2-3 കല്ലുകൾ നല്ല കല്ലുകൾ കിട്ടി കഴിഞ്ഞാൽ, ഇതിനകത്ത് 10 കല്ലെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കല്ല് പോലും നല്ല കിട്ടാറില്ല കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയുള്ള സെക്കൻഡ് കാറ്റഗറിയും തേർഡ് കാറ്റഗറി ഒക്കെ ആയിട്ട് പോകാറാണ് പതിവ്. മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കല്ല് മാത്രമേ നല്ല കല്ല് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ 10 കല്ലിന് വരുന്ന എക്സ്പെൻസ് നമുക്ക് മാക്സിമം നമുക്ക് ഇതിനകത്ത് ഈടാക്കാൻ പറ്റുന്നത് ഈ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റിക്കുള്ള നല്ല ക്വാളിറ്റി ഒരു കല്ലിനായിരിക്കും. മറ്റേതാകുമ്പോൾ ഒരു 3 കല്ലിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ അതിന്റെ മൊത്തം എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റിന് പൊതുവെ കല്ലിന് റേറ്റ് കൂടുതലായി തോന്നും. വൈറ്റിനകത്ത് തന്നെ കുറഞ്ഞ കല്ലുകളുണ്ട്, അതിന് വില കുറഞ്ഞ കല്ലുകളുണ്ട്, അതിനനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വരാറുണ്ടെന്ന് മാത്രം. എല്ലാ ടൈപ്പിലും കല്ലുകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റിന് അതുകൊണ്ടാണ് പൊതുവെ ഇങ്ങനെ വരുന്നത്. നമുക്ക് മൈനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കല്ല് കിട്ടാത്തതിന്റെ ഏറ്റവും റീസൺ കൊണ്ടാണ് പൊതുവെ വൈറ്റ് കല്ലുകൾക്ക് വില കൂടാനുള്ള കാരണം.